ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും GK വെൽഡൺ PSCയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, നമുക്ക് PSCയുടെ 2021 അതായത് ഫെബ്രുവരിയിൽ നടത്താൻ പോകുന്ന പ്രാഥമിക പരീക്ഷാ തീയതിയുടെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഇതിന് കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് കൂടിയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലൊരു ഈ ഒരു PDF കിട്ടിയിട്ടുണ്ടാകും. കിട്ടാത്തവർ എൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഫെബ്രുവരി 2021 നടത്താൻ പോകുന്ന പരീക്ഷകളുടെ കൺഫർമേഷൻ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇത് നമുക്ക് ഫെബ്രുവരിയിൽ ഇപ്പോൾ പ്രാഥമിക 10ാമത്തെ ക്ലാസ് നിലവാരമുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക പരീക്ഷകൾ നടത്താനായിട്ട് തീരുമാനിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിന്റെ സിലബസ് എല്ലാം വിശദമായിട്ട് തന്നെ PSC മുൻപ് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. മാക്സിമം മാർക്ക് നമുക്കറിയാം 100 മാർക്കിലായിരിക്കും എന്നുള്ളത്. മാധ്യമം, മലയാളം, തമിഴ്, കന്നഡ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ് ലാംഗ്വേജിൽ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. മലയാളമാണ് മീഡിയം എങ്കിൽ നിങ്ങൾ മലയാളം മാർക്ക് ചെയ്യുക. അത് കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ പരീക്ഷാ രീതി OMR ആണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലെവൽ എക്സാം അല്ല. സാധാരണ രീതിയിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. OMR ഷീറ്റിലായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. 1 hour and 15 minutes ആയിരിക്കും പരീക്ഷ ദൈർഘ്യം വരുന്നത്, പരീക്ഷയുടെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യമാണ് ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല 10ാം ക്ലാസ് നിലവാരമുള്ള പരീക്ഷകൾ. അതായത് നമുക്കറിയാം LDC, വില്ലേജ് അസിസ്റ്റന്റ് എന്നൊക്കെ പോലത്തെ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാംസ് ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് പകരം നമ്മൾക്ക് ഒരു പ്രാഥമിക പരീക്ഷയാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഒന്നിലധികം തസ്തികകളിലേക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. ഇപ്പൊ നിങ്ങൾ LDCക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ LDCക്ക് സെപ്പറേറ്റ് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം LGS ലെവൽ, അത് 7th സ്റ്റാൻഡേർഡിൽ നിലവാരം വരുന്നതാണ്. അപ്പൊ ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിന് സെപ്പറേറ്റ് കൊടുക്കണം. അങ്ങനെ ഓരോ തസ്തികകളിലേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കൺഫർമേഷൻ കൊടുക്കണം. അത് മറക്കരുത്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ചോദ്യപേപ്പർ ഏത് രീതിയിലാണ്, അതായത് മലയാളം, തമിഴ്, കന്നഡ, അപ്പൊ ഏത് ചോദ്യപേപ്പറാണ്, ഏത് ഭാഷയിലുള്ള ചോദ്യപേപ്പറാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഏത് ജില്ലയിലാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടതും എന്നുള്ള കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഇപ്പൊ നമുക്ക് വേണ്ടത് മലയാളമാണ് എങ്കിൽ നമ്മൾ അറിയാതെ അത് തമിഴ് സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് തമിഴ് മീഡിയം ആയിരിക്കും കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പരീക്ഷ എഴുതാനുള്ള ജില്ല തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലെ ജില്ല തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ഏത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആണോ ആ ജില്ല തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൺഫർമേഷൻ കൊടുത്തില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പരീക്ഷ എഴുതാനായിട്ട് പറ്റത്തില്ല. അതോടൊപ്പം അഡ്മിഷൻ ടിക്കറ്റ്, നിങ്ങൾക്ക് ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്ത എക്സാമിന് ഒരു മാസം മുൻപേ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഒക്കെ വരും. അപ്പൊ എന്ത് ചെയ്യണം, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഇത് കൺഫർമേഷൻ കൊടുത്ത് വെക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ കൊടുത്തതിന് ശേഷം ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് ഒന്ന് സേവ് ചെയ്ത് വെച്ചോളുക. കൺഫർമേഷൻ കൊടുക്കാത്തവർക്ക് അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കില്ല. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി കൺഫർമേഷൻ തീയതി അവസാനിച്ചതിന് ശേഷമായിരിക്കും പരീക്ഷാ തീയതികളും സമയവും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു നിശ്ചിത പരിധിയുണ്ട്. അപ്പോൾ ആ പരിധി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ഈ വരുന്ന 23-ാം തീയതി മുതലാണ്. 23/11/2020, അതായത് ഈ മാസം തന്നെ 23-ാം തീയതി നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വരും. അവസാനത്തെ തീയതി എന്ന് പറയുന്നത് 12/2/2020 ആണ്. അതായത് ഡിസംബർ 12-ാം തീയതി വരെ ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ്. 23-ാം തീയതി മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഓരോ ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ടുള്ള എക്സാംസ് ആണ്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ കൂടിയിട്ട് എന്തായിരിക്കും, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാം അല്ല, കോമൺ എക്സാംസ് ആയിരിക്കും വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊക്കെ 10th ലെവലിന് വരുന്ന ഈ LD ക്ലർക്ക് ഒക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും. പിന്നീടായിരിക്കും അതിന്റെ മെയിൻസ് വരുന്നത്. ഈ കാണിച്ചിരിക്കുന്ന എല്ലാം എന്താണ്, ഇപ്പൊ കാണിച്ചിരിക്കുന്നതൊക്കെ 10th ലെവലാണ്. ഈ പറയുന്ന നമ്മുടെ LD വേരിയസ് ആണെങ്കിലും ബൈ ട്രാൻസ്ഫർ ഒക്കെ വരുന്നുണ്ട് അതിന്റെ അടുക്ക്. then സ്പെഷ്യൽ റിസർവേഷൻസ് ഉള്ളതുണ്ട്. അപ്പൊ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എന്താണ്, നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു കോമൺ ആയിട്ടുള്ള എക്സാം ആയിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒക്കെ ഇതിനകത്ത് വരും കേട്ടോ, ICDS. then ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും കേട്ടോ വരുന്നത്. ലബോറട്ടറി അറ്റൻഡന്റ്, then ലാസ്റ്റ് ഗ്രേഡിനൊക്കെ സെപ്പറേറ്റ്. നമുക്ക് നമ്മൾ പറഞ്ഞില്ല 10th ക്ലാസ്സിൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും ഈ LDCക്കും LGSനൊക്കെ വരുന്നത്. അപ്പോൾ ഫീൽഡ് വർക്കർ ഇതൊക്കെ നമുക്ക് 10th ലെവൽ ബേസ് ആയിട്ടുള്ള എക്സാംസ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുന്നത് 23-ാം തീയതി മുതൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിന്റെ പ്രിന്റ് ഔട്ട് കൂടി എടുത്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ തന്നെ ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളതെന്ന് രേഖപ്പെടുത്താൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ശ്രദ്ധിച്ചു വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിന് കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഇൻഫോർമേഷൻസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. Till then, bye bye and thank you.